നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഫോൺ ചെയ്യുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശത്തുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ വീടിനടുത്തുള്ള വീട്ടിൽ ഒരു 36 വയസ്സുള്ള യുവാവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. സന്ദർഭം, ഭാര്യ പർച്ചേസിങ്ങിനായിട്ട് 5 മണിക്ക് മാർക്കറ്റിൽ പോയിരുന്നു. തിരികെ വീട്ടിൽ വന്നപ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കുന്നു. ഇതാണ് സീൻ. തൊട്ടരികിൽ അടുത്ത താമസക്കാരായിട്ടുള്ളത് കുറച്ച് ദൂരെയായിട്ടുള്ളൊരു ഡോക്ടർ ദമ്പതിമാരാണ്. അവരെ ഭാര്യ വിവരം അറിയിക്കുകയും അവർ വന്ന് ഈ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ ബോഡി കണ്ടിട്ട് മരണം ഉറപ്പാക്കി ആശുപത്രിയിൽ കൊണ്ടിട്ട് കാര്യമില്ല എന്ന് തീരുമാനിക്കുകയും അതടിസ്ഥാനത്തിലാണ് പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന ഇൻക്വസ്റ്റ് നടപടികളൊക്കെ സ്വീകരിച്ചു. കോഴിക്കോട് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനില്ലാതിരുന്നതിനാൽ ഈ മരിച്ചയാളിൻ്റെ സഹോദരൻ ഒരു ഡോക്ടർ ബാംഗ്ലൂരിലുണ്ടായിരുന്നത് കൊണ്ടും പോസ്റ്റ്മോർട്ടം നടന്നത് കാസർഗോഡല്ല, മറിച്ച് ബാംഗ്ലൂരായിരുന്നു, മംഗലാപുരത്തായിരുന്നു. ബാംഗ്ലൂരിലെ മംഗലാപുരത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ മംഗലാപുരത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി, തലയുടെ ഇരുവശവും വെടിയുണ്ട ഏറ്റിട്ടുണ്ട്, ചെവിക്ക് മുകളിൽ, ഇതാണ് മരണകാരണം എന്നുള്ള രൂപത്തിൽ പോസ്റ്റ്മോർട്ടം എഴുതി. ഇതിന് മുന്നോടിയായിട്ട് ലോക്കൽ പോലീസ് അന്വേഷിക്കുകയും അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു യുവാവ് ഇരുന്ന ചെയറിൽ നിന്ന് വീണ് മരിച്ചു കിടക്കുന്നു. അയാളുടെ തലയ്ക്ക് ചുറ്റും രക്തം തളം കെട്ടി നിൽക്കുന്നു. അടുത്തായിട്ട് തന്നെ ഒരു റിവോൾവർ, ഒരു പിസ്റ്റൾ അടുത്തായിട്ട് തന്നെയുണ്ട്. അരികിലായിട്ട് ഒരു ടീപ്പോയുടെ പുറത്ത് ഒരു മദ്യക്കുപ്പിയുണ്ട്. ആ മദ്യക്കുപ്പിയുടെ അരികിൽ 3/4 ഭാഗം ഒഴിഞ്ഞ ഒരു മദ്യ ഗ്ലാസ്സുമുണ്ട്. ഇതായിരുന്നു ആ സീൻ. ഇതനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ റിപ്പോർട്ടും കൂടെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് ഈ കേസ് ഒരു സാധാരണ ആത്മഹത്യയായി കരുതി അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ദമ്പതികൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായെങ്കിലും അവർക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു. അതിൻ്റെ നിരാശയിലായിരിക്കാം ഈ യുവാവ് ആത്മഹത്യ ചെയ്തത് എന്നൊരു നിഗമനം കൂടി കണ്ടെത്തി അവർ ആ കേസ് ഒരു ആത്മഹത്യയാക്കി അവസാനിപ്പിച്ചു. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മരിച്ചയാളുടെ സഹോദരൻ ഒരു ഡോക്ടറായിരുന്നത് കൊണ്ടും അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ടായിരുന്നത് കൊണ്ടും അദ്ദേഹം വീണ്ടും പരാതി കൊടുക്കുകയും ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ പുനരന്വേഷണം നടക്കുകയാണ്. ആ പുനരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോറൻസിക് സർജൻ്റെ സഹായം തേടുകയാണ്. ഒരു കേസിൻ്റെ ഏറ്റവും മുന്നോടിയായിട്ട് അല്ലെങ്കിൽ പ്രബലമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഫോറൻസിക് സർജനാണ്. അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻ്റ് വിദഗ്ധന്മാർ, ഡോഗ് സ്ക്വാഡ്, അങ്ങനെ അവർ 2-3 ഘടകങ്ങൾ കൂടിച്ചേർന്നാണ് ഒരു കൊലപാതകം തെളിയിക്കുന്നത്. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ട് വായിച്ചു, ഫോറൻസിക് സർജൻ അത് വായിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ തന്നെ ആയിരിക്കാം എന്ന നിഗമനത്തിൽ എത്തിക്കൊണ്ടാണ് അയാൾ ആ അന്വേഷണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും ഫോറൻസിക് സർജനും കൂടി ആ കേസ് ഡയറി, ലോക്കൽ പോലീസിൻ്റെ കേസ് ഡയറി പരിശോധിക്കുകയും അതിൽ വിശദമായ വശങ്ങൾ പരിശോധിക്കുകയും അതിലെഴുതിയിരിക്കുന്ന FIR പ്രകാരമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ, ആ യുവാവ് മരിച്ചത് ഏകദേശം 5 മണിക്ക് ശേഷമാണ്. ആ സമയത്ത് വീട്ടിലാരുമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഭാര്യ തിരികെ പർച്ചേസിന് ശേഷം വരുമ്പോൾ അയാൾ മരിച്ചു കിടക്കുകയാണ്. തൊട്ടടുത്ത വീടുകളിലൊന്നും ആരുമില്ല. കുറച്ചകലെയായിട്ട് ഈ മരിച്ച ആളിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ആ യുവതി തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർ ദമ്പതികളെ വിളിച്ചു വരുത്തുന്നു. അവർ മരണം ഉറപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് സർജൻ ഇത് വായിച്ചു നോക്കിയിട്ട് പ്രത്യേകതകളൊന്നും തന്നെ കാണുന്നില്ല. എങ്കിലും അദ്ദേഹം 2-3 കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പുനരാവിഷ്കരിക്കുവാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യപടി എന്നുള്ള തലത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊലപാതകം നടന്ന വീട് സന്ദർശിക്കുകയാണ്. ആ വീട് സന്ദർശിച്ചിട്ട് അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടു. അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകതകളൊക്കെ കണ്ടു. അതോടൊപ്പം തന്നെ ആ വീടിൻ്റെ അകത്തളം
പരിശോധിച്ചു. ആ അകത്തളം പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം FIRൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷം അയാൾ നേരെ ഫോറൻസിക് സർജൻ നേരെ ഒരു കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ അടക്കിയിരിക്കുന്ന ബോഡി ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി സെമിത്തേരിയിൽ അടക്കിയിരുന്ന ബോഡി വീണ്ടും പരിശോധിക്കുകയാണ്. ആ ബോഡി പരിശോധിക്കുമ്പോൾ തന്നെ ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. ശരീരഭാഗങ്ങളൊക്കെ അഴുകി തുടങ്ങിയിരിക്കുന്നു. അവിടെ അന്ന് അടക്കിയ ആളുകൾ തന്നെ ബോഡി കുഴിച്ചെടുക്കുകയും അത് പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കാതെ മുഴുവൻ പുറത്തെടുക്കാതെ തലയോട്ടി മാത്രം പരിശോധിച്ചു. ആ തലയോട്ടി മാത്രം പരിശോധിച്ച സമയത്ത് അതിൽ നിന്ന് വെടിയുണ്ട ഏറ്റ ഭാഗം കൃത്യമായിട്ട് അസസ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വെടിയുണ്ടയേറ്റ ഭാഗത്തിൻ്റെ ആ 9 mm വ്യാസത്തിലുള്ള മുറിവ് ആ ഫോറൻസിക് സർജൻ പ്രത്യേകം നോട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഈ കൊലപാതകം ചെയ്തിരുന്ന ആൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തയാൾ തൻ്റെ അരികിലായി കിടന്നിരുന്ന ഒരു തോക്കുണ്ട്. ആ തോക്ക് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബുള്ളറ്റിൻ്റെ വലിപ്പം 7.95 mm ആണ്. പക്ഷേ തലവിൽ ഏറ്റിരിക്കുന്ന വൂണ്ട് എൻട്രി വൂണ്ട് 9 mm ആണ്. അപ്പോൾ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട FIR ഒന്നുകൂടെ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഈ അവിടെ ഉണ്ടായിരുന്ന മദ്യക്കുപ്പികളിലോ അതുപോലെ തന്നെ ഗ്ലാസ്സിലോ ഒരു വിരലടയാളം പോലും ഉണ്ടായിരുന്നില്ല. ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം അവിടെയുള്ളത്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ മദ്യത്തിൻ്റെ അളവ് രേഖപ്പെടുത്തി കാണുമല്ലോ. അത് പരിശോധിച്ചപ്പോൾ കാണുന്നത് ആമാശയത്തിൽ കുറച്ച് പല ആഹാര സാധനങ്ങൾ മാത്രമല്ലാതെ മദ്യത്തിൻ്റെ ഒരു തുള്ളി പോലും കാണുന്നില്ല. എന്നാൽ അവിടെ ഒഴിഞ്ഞു വെച്ചിരുന്ന ഗ്ലാസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മദ്യ ഗ്ലാസ്സിൽ 3/4 ഭാഗം കുടിച്ചിരിക്കുന്നു. അതിൻ്റെ മദ്യക്കുപ്പിയിൽ കുറച്ച് ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ആരും കുടിച്ചിട്ടുണ്ട്. എന്നാൽ മദ്യക്കുപ്പിയിലോ മദ്യ ഗ്ലാസ്സിലോ എന്തിന് റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ച് സ്വയം മരിച്ചു എന്ന് പറയപ്പെടുന്ന ആ പിസ്റ്റളിലോ വിരലടയാളങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റായിട്ട് അദ്ദേഹത്തിന് മാറിയാണ്. ഭിത്തിയിലെ വെടിയുണ്ടയെ ശരീരത്തിൽ ചെവി തിളച്ച് അപ്പുറത്തുകൂടെ പോയി ഭിത്തിയിൽ രേഖപ്പെടുത്തി 110 സെൻറ്റിമീറ്റർ ഉയരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മുറിവുണ്ട്, അല്ലെങ്കിൽ ഭിത്തിയിലുണ്ടാക്കിയ ഒരു രേഖയുണ്ട്. ആ രേഖ അളന്നു നോക്കി രണ്ടാമത് ഈ മരണം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിക്രിയേഷൻ്റെ ഭാഗമായിട്ട് ചില കണ്ടെത്തലുകൾ നടത്തി. അതിലൊന്ന്, ഈ ആൾ വെടി സ്വയം വെച്ചതല്ല എന്നൊരു തിരിച്ചറിവാണ്. 2, ആ വെടിയേറ്റയാൾ സ്വാഭാവികമായിട്ടും വെടിവെക്കണമെങ്കിൽ ആ തോക്ക് തൻ്റെ ശിരസോട് ചേർത്ത് വെച്ച് വെടിവെക്കുമ്പോൾ തെറിച്ചു വീഴുന്ന രക്തത്തുള്ളികൾ അയാളുടെ കയ്യിലോ ആ തോക്കിലോ ഉണ്ടാവണം. കയ്യിൽ രക്തത്തുള്ളികളുണ്ട്, പക്ഷേ തോക്കിൽ രക്തത്തുള്ളികളില്ല. 3, ഈ ഒഴിവാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളിൽ ഒന്നിൽ പോലും ഒരു വിരലടയാളമില്ല. ഇങ്ങനെ ഈ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഇത് ക്ലിയർ മർഡർ തന്നെയാണ്, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഫൈൻഡിങ്സ് ഓരോന്നായിട്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയും ആ കപാലം പരിശോധിച്ചതിൻ്റെയും റിവോൾവർ പരിശോധിച്ചതിൻ്റെയും ഗ്ലാസ്സിലെ ഒഴിഞ്ഞ മദ്യക്കുപ്പിയിലും അതോടൊപ്പം തന്നെയുള്ള ഗ്ലാസ്സിലും വിരലടയാളങ്ങൾ ഇല്ലാതിരുന്നതിൻ്റെയും വെളിച്ചത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായിട്ട് മനസ്സിലായി ഇത് ഒരാൾ ആത്മഹത്യ ചെയ്തതല്ല. അപ്പോൾ അന്വേഷണം പതുക്കെ മറ്റൊരാളിലേക്ക് തിരിയുകയാണ്. അത് വൈകുന്നേരം 5 മണിക്ക് അവിടെ നിന്നും ഷോപ്പിങ്ങിന് പോയി എന്ന് പറയുന്ന ഭാര്യയുടെ നേരെയാണ്. അപ്പോൾ ഭാര്യയുടെ നേരെ അന്വേഷണത്തിന് തിരിയുന്നതിന് മുമ്പ്, ഈ കൊലപാതകം നടക്കുന്നതിന് 1 വർഷം മുമ്പ്, ഒരു മാസം മുമ്പ്, ഈ ഭാര്യ കാണാൻ നല്ല സുന്ദരിയാണ്. ആ ഭാര്യയെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മറ്റൊരു യുവാവുമായിട്ട് ഒരു റിസോർട്ടിൽ വെച്ച് യാദൃച്ഛികമായിട്ട് കണ്ടിരുന്നു. പോലീസ് ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അവിഹിതത്തിൻ്റെ ചില സൂചനകൾ അന്നും മണത്തിരുന്നു. മാത്രമല്ല, ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ ഒരു കാര്യം, ആ യുവതിയുടെ കൂടെ ഉണ്ടായിരുന്നയാൾ
ഒരു പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം. കാരണം അയാളുടെ ബോഡിയും അയാളുടെ മുടിവെട്ടും അയാളുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രൂപവും ഭാവവുമായിരുന്നു. അതുമാത്രമല്ല, ഈ റിവോൾവറിൻ്റെ പ്രത്യേകത 7.85 പിസ്റ്റൾ സാധാരണ ആളുകൾക്ക് ലൈസൻസായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ 9mm പിസ്റ്റൾ ഒരിക്കലും സാധാരണപ്പെട്ട ആളുകൾക്ക് ലൈസൻസായിട്ട് പോലീസ് കൊടുക്കാറില്ല. അത് സാധാരണ ഉപയോഗിക്കുന്നത് ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാളായിരിക്കാം ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ എന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാര്യയെ കൊലപാതകത്തിന് ശേഷം വീണ്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരു മാസം മുമ്പ് ഇന്ന റിസോർട്ടിൽ മറ്റൊരാളുമായിട്ട് നിൽക്കുന്നത് ശരിയാണോ, കണ്ടരുതോ, ഉണ്ടായിരുന്നു, അങ്ങനെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. ആ കണ്ടെത്തൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞ കള്ളത്തരം കൂടിയായപ്പോഴത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി ഇത് ഈ സ്ത്രീ അറിഞ്ഞ് ചെയ്തിട്ടുള്ളൊരു കൊലപാതകമാണ്, ഭാര്യ അറിഞ്ഞ് ചെയ്തിട്ടുള്ളൊരു കൊലപാതകമാണ്. അതിൻ്റെ കാരണം തേടി വന്നപ്പോഴാണ് 6 വർഷമായിട്ട് ഇവർക്ക് കുട്ടികളില്ല, ഇവർ മറ്റൊരു ബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ആളുമായിട്ട് ഈ സ്ത്രീയുടെ ഭർത്താവിന് ചെറിയ പരിചയമുണ്ടായിരുന്നിരിക്കണം. കാരണം ആ മദ്യക്കുപ്പിയും അവിടെ ഇരിക്കുന്ന മദ്യ ഗ്ലാസും ഒക്കെ അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ ചെറിയ അളവുകോൽ കാണിക്കാനായിട്ട് ചിലപ്പോൾ വെച്ചതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകം ചെയ്തത് ഒരു IPS ഉദ്യോഗസ്ഥനായിരിക്കാം. അങ്ങനെ അന്വേഷിച്ച് ഈ സ്ത്രീയുടെ കാമുകനെ കണ്ടെത്തി. അയാൾ കർണാടക പോലീസിലെ ഒരു DYSP ആയിരുന്നു. അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സാമർഥ്യം കൊണ്ട് കേരള പോലീസിൻ്റെ ഫോറൻസിക് സർജൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും സംയുക്തമായ നീക്കത്തിലൂടെ ആത്മഹത്യയായിരുന്ന ഒരു കൊലപാതകം, ആത്മഹത്യയായി കരുതപ്പെട്ടിരുന്ന ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു ഡെഡ് ബോഡിയും ആ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ചില സംസാരങ്ങൾ നടത്തും. നിശബ്ദനായി കിടക്കുന്ന ആ ഡെഡ് ബോഡി പറയാറുണ്ട്, എൻ്റെ പക്ഷത്ത് നിന്ന് അന്വേഷിക്കണമെന്ന്. അങ്ങനെ അന്വേഷിച്ച് തലയോട്ടിയുടെ സഹായത്തോടുകൂടി, പിസ്റ്റളിൻ്റെ സഹായത്തോടുകൂടി തെളിയിച്ച ഒരു ആത്മഹത്യയാണ്, കൊലപാതകമായിട്ട് മാറിയ ആത്മഹത്യയാണ് ഈ സംഭവം. വീണ്ടും ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. ഞാൻ ഷാജി മഞ്ചരി. നമസ്കാരം.